ുണ്ട്. അത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് റിപ്പന്റ് ചെയ്യണം. അത് പേരൻസിന് വേണ്ടി നിങ്ങൾക്ക് പോയി കുമ്പസാരിക്കാൻ പറ്റത്തില്ല. മാതാപിതാക്കളുടെ പാപം പോയി കുമ്പസാരിക്കാൻ പറ്റില്ല. എന്ത് ചെയ്യണം? കർത്താവിനോട് മാതാപിതാക്കൾക്ക് വേണ്ടി കരുണയാചിച്ച് പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി മാപ്പ് ചോദിക്കണം. ഇത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. ഇതിനെ നിസ്സാരമായിട്ട് കാണരുത്. പ്രത്യേകിച്ച് മന്ത്രവാദം, ആഭിചാരം, കൂടോത്രം, അന്ധവിശ്വാസങ്ങൾ, അന്യദൈവാരാധനകൾ, അതുപോലെ തന്നെ ഈ മനുഷ്യനെ ദ്രോഹിച്ചത്, മനുഷ്യന്റെ കണ്ണുനീര്, പാവപ്പെട്ടവനെ ഉപദ്രവിച്ചത്, അടിച്ചത്, ഉപദ്രവിച്ചത്, ഇങ്ങനെ വേലക്കാരെ വിട്ടത്, പിന്നെ അതുപോലെ പറമ്പിലൊക്കെ കയറിയ പാവപ്പെട്ട മനുഷ്യരെ ഇങ്ങനെ അടിച്ചിറക്കി വിട്ടത്, ഇങ്ങനെ ഒത്തിരി പിന്നാമ്പുറത്തിൽ നമ്മുടെ എല്ലാം വീടുകളുടെ പിന്നാമ്പുറങ്ങളിൽ മനുഷ്യന്റെ കണ്ണുനീരിന്റെ ഒത്തിരി കയങ്ങൾ കിടപ്പുണ്ട്. മനുഷ്യൻ കരഞ്ഞതിന്റെ കയങ്ങൾ കിടപ്പുണ്ട്. അപ്പൊ അത് എന്ത് ചെയ്യണം? അത് നമുക്കറിയാം, അല്ലെങ്കിൽ അപ്പനും അമ്മയൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കർത്താവിന്റെ മുമ്പിലേക്ക്, ഈശോയുടെ കുരിശിന്റെ ചുവട്ടിലേക്ക് ബോധപൂർവം നിങ്ങളത് കൊണ്ടുവന്ന് അത് എടുത്ത് 1 2 3 4 5 എടുത്തു വെച്ച് കർത്താവിനോട് മാപ്പ് ചോദിച്ച് കരുണ ചോദിച്ച് മരിച്ചവർക്ക്